ഹായ് ഗായ്സ്, പിന്നെ നമ്മളൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ എൻ്റെ എക്സാം ഹോളിഡേയ്സിലാണ്, സ്റ്റഡി ഹോളിഡേയ്സിലാണ്. പക്ഷേ സ്റ്റഡി ഒഴിച്ച് ബാക്കിയൊന്നും നടക്കുന്നുണ്ട്. അതൊന്നും അല്ല കഴിച്ച് ഞാൻ രാവിലെ ഇരുന്ന് പഠിച്ചിട്ട് ഇപ്പം എൻ്റെ ഫോണിന് സ്ക്രീൻ ഗാർഡും പിന്നെ കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എവിടെ പോകുന്നു മമ്മ? റിലയൻസ് സ്മാർട്ടിൽ പോകുന്നു. പിന്നെ എൻ്റെ ഫോണൊന്ന് സ്ക്രീൻ ഗാർഡ് പൊട്ടി, അപ്പം നമ്മൾ അത് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം ഇന്ന് മൊത്തം വ്ളോഗായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണം. എന്നിട്ട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം. അപ്പം ഇതാണ് ഞങ്ങളുടെ വീട്. ഓക്കെ, നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള നമ്മുടെ ജൂപ്പിറ്ററിൻ്റെ അടുത്താണ് നമ്മൾ പോകുന്നത്. ഇതാണ് മമ്മിയുടെ വണ്ടി. അപ്പം ഞാൻ ഇരുന്നു. അപ്പോൾ ഗൈസ്, ഈ കാണുന്നതാണ് തുംകൂറിലുള്ള മാള്, ശങ്കർ മാള്. എസ് മാൾ എന്നാണ് പറയാറുള്ളത്. ഈ മാള് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തായിട്ടാണ്. ഞങ്ങൾക്ക് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ഡ്രൈവ് കൂടെ ഉണ്ട് നമുക്ക് റിലയൻസ് മാർട്ടിൽ പോകാൻ. ഇന്ന് നമ്മൾ അവിടേക്കാണ് പോകുന്നത്. ഫോണിൻ്റെ കവർ മാറ്റണം, അതും കൂടെ കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ തുംകൂർ സിഗ്നൽ ആണ്. തുംകൂർ എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതകളിലൊന്നാണ് ഈ കാണുന്ന ഹനുമാൻ സ്റ്റാച്യു. നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. വലിയൊരു ഹനുമാനാണ്. ഹനുമാൻ്റെ തോളത്ത് ശ്രീരാമനെയും ലക്ഷ്മണനെയൊക്കെ വെച്ചിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഹനുമാൻ സ്റ്റാച്ചു ആണ്. ഈ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണുന്നത് ഭയങ്കര ഭംഗിയാണ്. ഈ ബുക്കിൻ്റെ ഷേപ്പിലുള്ള കെട്ടിടം എന്ന് പറയുന്നത് തുംകൂറിലെ ലൈബ്രറിയാണ്. അത് ആ ബുക്സുകളുടെ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞങ്ങൾ ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ് മാറ്റാനുള്ള ഷോപ്പിലെത്തി. അങ്ങനെ ഞങ്ങൾ റിലയൻസ് സ്മാർട്ടിലെത്തി. ഇതാണ് തുംകൂറിലെ സ്മാർട്ട് ബസാർ റിലയൻസിൻ്റെ. അപ്പം ഇനി നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കയറാം. ഇനി നമുക്ക് ട്രോളി എടുക്കാം. അതൊക്കെ ഇതിൻ്റെ പുറത്ത് തന്നെ വെച്ചേക്കാം. നമ്മൾ കയറി ചെല്ലുന്നതിൻ്റെ ഭാഗത്തായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അതെടുത്തുകൊണ്ട് അകത്തേക്ക് കയറാം. നമ്മൾ വാങ്ങിക്കാൻ വന്ന സാധനം ഒന്നും ആയിരിക്കത്തില്ല പറക്കെ എടുക്കുന്നത്. ഇതാണ് ഇങ്ങനെ മാളുകളിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലോ വന്നു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം. ഇതൊന്നും ആവശ്യമില്ലാത്തതാണ്. എന്നാലും നമ്മൾ നെയിൽ പോളിഷും ഐലൈനറും ഒക്കെ നോക്കി നിൽക്കും. വെറുതെ പോയി എടുക്കുമെന്നുള്ളതാണ്. എനിക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി ഐറ്റംസ് അല്ലെങ്കിൽ മറ്റ് ഗ്രോസറി പലചരക്ക് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ്. എന്നാൽ നമ്മൾ കയറി വരുന്നിടത്ത് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലായിട്ടൊക്കെ നമ്മൾ കാണുന്നത് നമുക്ക് ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം പറക്കെ എടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ആയിരിക്കും മറ്റേത്. ചില സമയത്ത് മറന്നു പോകും. വീട്ടിൽ വരുമ്പോഴായിരിക്കും അയ്യോ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ മറന്നു പോയില്ല, വാങ്ങിയില്ല. ഇതെനിക്ക് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. ഇനി നമുക്ക് കുറച്ച് അത്യാവശ്യ സാധനങ്ങളോടൊക്കെ വേണം. അപ്പോൾ അതൊക്കെ നോക്കിയെടുക്കാൻ തിരക്കുണ്ട് ഇന്ന്. ഇനി നമുക്ക് വെജിറ്റബിൾസാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് വെജിറ്റബിൾസൊക്കെ കിട്ടും. നമ്മുടെ നാട്ടിലെ വലിയ പയറൊക്കെ ഇവിടെയാണ് കിട്ടാറുള്ളത്. അതുപോലെ ഏത്തയ്ക്ക, ഇവിടെ അധികം ഏത്തയ്ക്കൊന്നും കിട്ടാറേ ഇല്ല. ഈ 1-2 സ്ഥലത്തേ കിട്ടാറുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമ്മളെടുത്തു. ഇനി ബില്ലിങ്ങിലേക്ക് പോവാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒരുപാട് പേരുണ്ട്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സീ യു.